രജനീകാന്ത് ചിത്രം പടയപ്പ കാലങ്ങൾക്കിപ്പുറം വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ പോകുന്നു. രവികുമാറിന്റെ സംവിധാനത്തിൽ 1999 റിലീസ് ചെയ്ത ചിത്രമാണ് പടയപ്പ. കണക്കുകൾ പ്രകാരം 500 കോടിയോളം രൂപയാണ് പടയപ്പ അന്ന് നേടിയത്. എന്താലേ, ചില സിനിമകൾ എപ്പോഴും അങ്ങനെയാണ്. എത്ര കണ്ടാലും മതി വരില്ല. അതുപോലെ തന്നെ കാലം എത്ര കഴിഞ്ഞാലും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും ആ മുഖങ്ങളും ഓരോ രംഗങ്ങളും പാട്ടുകളുമൊക്കെ. മാത്രമല്ല, ആ സിനിമയിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും അവരുടെ മനസ്സിൽ അങ്ങനെ മനഃപ്പാടമായിട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ആ വീഡിയോസൊക്കെ കാണാറുമുണ്ട്. ടി വിയിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ പുതിയൊരു സിനിമ കാണുന്ന അതേ ആവേശത്തോടു കൂടെ തന്നെയാണ് ഇന്നും പഴയകാല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നിരവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പടയപ്പ. രജനീകാന്ത് നായകനായ ഈ ചിത്രം ആഹാ, എന്താ ഭംഗി, എന്താ രസം, ഒരേ വൈബ്, പക്കാ രജനി ഷോ തന്നെയായിരുന്നു. രമ്യ കൃഷ്ണനുമായുള്ള ആ കോംബോയൊക്കെ ഇന്നും ആരാധകരുടെ മനസ്സിലങ്ങനെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. കാലങ്ങൾക്കിപ്പുറം പടയപ്പ ഇതാ വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ പോകുകയാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ ആവേശത്തിലാണ് സിനിമാ പ്രേമികളും. 1994 റിലീസ് ചെയ്ത ചിത്രമാണ് പടയപ്പ. KS രവികുമാറാണ് സംവിധാനം. ആക്ഷനും ഇമോഷനും മാസും എല്ലാം കോർത്തിണക്കിയ ചിത്രത്തിലെ പ്രധാന ഹൈലൈറ്റ് രമ്യ കൃഷ്ണന്റെ നീലാംബരി എന്ന കഥാപാത്രവും രജനീകാന്തിന്റെ പടയപ്പ എന്ന വേഷവുമാണ്. ഇരുവരും ഒന്നിച്ചെത്തിയ സീനുകളെല്ലാം ഒരു രക്ഷയുമില്ല. ഡയലോഗുകളാണെങ്കിൽ പിന്നെ പറയണ്ട, വൻ ഹിറ്റാണ്. രജനീസത്തിന്റെ പീക്ക് ലെവൽ കണ്ട ചിത്രം തന്നെയാണിത്. ഇപ്പോഴിതാ 26 വർഷങ്ങൾക്കിപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. രജനീകാന്തിനൊപ്പം സൗന്ദര്യ, രമ്യ കൃഷ്ണൻ, ശിവാജി ഗണേശൻ, നാസർ, ലക്ഷ്മി തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ എല്ലാവരും എത്തി നിറഞ്ഞാടിയ ചിത്രം തന്നെയായിരുന്നു പടയപ്പ. ഇതിനിടെ പടയപ്പയുടെ ബോക്സ് ഓഫീസ് കണക്കുകളും, അതായത് അന്നത്തെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കണക്കുകൾ പ്രകാരം 50 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം അന്ന് നേടിയത്. പക്ഷേ ഇന്നത് 100 കോടിയിലധികം വാല്യൂ വരുമെന്ന് ഓർക്കണം. മാത്രമല്ല, അന്നത്തെ കാലത്ത് അത്രയധികം താരമൂല്യമുള്ള ഒരു നടന്റെ ചിത്രം 50 കോടി നേടുക എന്ന് പറയുന്നത് വലിയ അത്ഭുതം തന്നെയാണ്. പടയപ്പ ഡിസംബർ 12 മുതലാണ് പുത്തൻ സാങ്കേതിക മികവിൽ റിലീസ് ചെയ്യുന്നു എന്നറിയുന്നത്. ആഗോള റിലീസാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. രജനീകാന്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് റിലീസ് എന്നാണ് വ്യക്തമാകുന്നത്. 2017 തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും തിയേറ്ററുകളിൽ പടയപ്പ റിലീസ് ചെയ്തിരുന്നു. അന്ന് ഡിസംബർ 11 തന്നെയായിരുന്നു റിലീസ് ചെയ്തത്. ഇപ്പോഴിതാ 2025 ഡിസംബർ 12 റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പടയപ്പ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.